മുഖ്യമന്ത്രി വി ഡി സതീശൻ കെ സി വേണുഗോപാലുമായും മല്ലികാർജ്ജുൻ ഖാർഗെയുമായും കൂടിക്കാഴ്ച നടത്തി. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവരുമായും വി ഡി സതീശൻ ചർച്ചകൾ നടത്തുകയാണിപ്പോൾ എന്നതാണ് വിവരം. ഡൽഹിയിൽ നിന്നും വിഷ്ണുപ്രസാദ് വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. വിഷ്ണു, വളരെ പ്രധാനപ്പെട്ട കൂടിക്കാഴ്ചകളാണ് കെ സി വേണുഗോപാലുമായി വി ഡി സതീശൻ നടത്തുന്നത്. ഒപ്പം കോൺഗ്രസ് നേതൃത്വമായി നടത്തുന്നത് തീർച്ചയായും ഇനി ആര് കെ പി സി സി നേതൃത്വ സ്ഥാനത്തേക്ക് വരണം, അതിൽ തന്നെ 3-4 പേരുകൾ ശക്തമായി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതിലൊരു മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെതായ ഒരു അഭിപ്രായം തീർച്ചയായും പാർട്ടി നേതൃത്വത്തെ അറിയിക്കാനുണ്ടാകും. എങ്ങനെയാണ് ചർച്ചകൾ? എന്തായാലും ഇന്ന് രാവിലെയോട് കൂടിയാണ് കോൺഗ്രസ് ദേശീയ നേതാക്കളെ കാണുന്നതിനായി വി ഡി സതീശൻ മുഖ്യമന്ത്രി കേരള ഹൗസിൽ നിന്ന് പുറപ്പെട്ടത്. ഏറ്റവും ആദ്യം കെ സി വേണുഗോപാലിൻ്റെ വസതിയിലെത്തിയായിരുന്നു അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയത്. കോൺഗ്രസിൻ്റെ സംഘടനാക്കാരൻ ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാലുമായി ഏകദേശം അരമണിക്കൂറോളം അദ്ദേഹം ചർച്ച നടത്തി. അതിനുശേഷം AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയെ അദ്ദേഹത്തിൻ്റെ വസതിയായ രാജാജി മാർഗ് 10-ാം നമ്പർ വസതിയിലെത്തി അദ്ദേഹത്തെ കാണുകയും ചെയ്തിരുന്നു. അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം ഇപ്പോൾ വി ഡി സതീശനുള്ളത് ജൻപത് 10-ലെ സോണിയാഗാന്ധിയുടെ ഔദ്യോഗിക വസതിയിലാണ്. ഇവിടെ എത്തി രാഹുൽ ഗാന്ധി, അതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധി, സോണിയാഗാന്ധി എന്നിവരുമായി തന്നെ കൂടിക്കാഴ്ച നടത്തുകയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വി ഡി സതീശൻ. നമുക്കറിയാവുന്നതുപോലെ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആര് എത്തുമെന്ന് സംബന്ധിച്ചുള്ള ചില ആശയക്കുഴപ്പം നിലനിന്നപ്പോഴെല്ലാം വി ഡി സതീശന് വേണ്ടി പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധിയും നിലപാട് സ്വീകരിച്ചു എന്ന തരത്തിൽ കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ ചില പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണയും ആശീർവാദവും തനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന നിലയിൽ തന്നെയായിരുന്നു വി ഡി സതീശൻ്റെയും പ്രതികരണം. ഇത്തരത്തിൽ മുഖ്യമന്ത്രി ആയതിനു ശേഷം നടത്തുന്ന ആദ്യ ഡൽഹി യാത്രയിലാണ് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തെ നേരിൽ കാണുന്നതിന് വേണ്ടി വി ഡി സതീശൻ ഇപ്പോൾ ഡൽഹിയിൽ എത്തിയിട്ടുള്ളത്. ഇന്നിപ്പോൾ ഈ കൂടിക്കാഴ്ചകൾ പൂർത്തിയാക്കി ഉച്ചയ്ക്ക് 3 മണിയോടുകൂടി ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് മടങ്ങുകയും ചെയ്യും. നേരത്തെ പ്രധാനമന്ത്രിയെ കാണുന്നതിന് വേണ്ടിയും അദ്ദേഹം അപ്പോയിൻമെൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് ഇന്ന് ആ ഒരു സമയം അനുവദിച്ചിട്ടില്ല. പകരം 26, 27 തീയതികളിലായി ഡൽഹിയിലെത്തുന്ന വി ഡി സതീശന് അപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അനുമതി നൽകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ കൃത്യമായ സമയം സംബന്ധിച്ചൊരു വ്യക്തത ഇനിയും വരേണ്ടതുണ്ട്. പക്ഷേ 26, 27 തീയതികളിലായി മുഖ്യമന്ത്രി ഡൽഹിയിലെത്തി പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നത് തീർച്ചയാണ്. നേരത്തെ ദിവീഷ് സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ KPCC അധ്യക്ഷ സ്ഥാനം സംബന്ധിച്ച ചർച്ചകൾ സംസ്ഥാനത്ത് കൊള്ളുമ്പോൾ തന്നെ സ്വാഭാവികമായും മുഖ്യമന്ത്രിക്കും ഇക്കാര്യത്തിലൊരു നിലപാടുണ്ടാകും. ആ നിലപാട് തീർച്ചയായും ദേശീയ നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്യും. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഇന്ന് നടക്കുന്ന ഈ കൂടിക്കാഴ്ചകളിൽ ഉണ്ടായിരിക്കും എന്ന് തന്നെ വേണം പ്രതീക്ഷിക്കാൻ. ദിവിഷ്. ശരി. വിഷ്ണുപ്രസാദാണ് വിവരങ്ങൾ നൽകിയത്. നിർണായകമായ കൂടിക്കാഴ്ചകളാണ്. മുഖ്യമന്ത്രിക്ക് പ്രധാനമന്ത്രിയെ കാണാനുള്ള ഒരു അനുവാദം അത് അദ്ദേഹത്തിന് അടുത്ത സന്ദർശനത്തിലായിരിക്കും ലഭിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്.